കൊച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ 7 മെമ്പേഴ്സാണുള്ളത്. അപ്പം ഇങ്ങനൊരു റൂം, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഇത് ഫാമിലി റൂമാണ് കേട്ടോ. നമുക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം. ഇവിടെ ഒരു കബോർഡുണ്ട്, വാഷ്റൂം. ഇത് വാഷ്റൂം ഇത്തിരി ചെറുതാട്ടോ. സോഫ, ഇവരത് ബാൽക്കണി. നല്ല ബെഡ്. ഇത്രയ്ക്കാണ്. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ ലക്ഷ്യം മെറൈൻ ഡ്രൈവ് ആണ്. കാരണം ഞങ്ങൾക്ക് ആകെ 2 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മെറൈൻ ഡ്രൈവ് കവർ ചെയ്ത് ബാക്കിയൊക്കെ നാളെ കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോവാണ്. വീണ നമുക്ക് അവിടെ ഉണ്ടാവും, നമ്മൾ ആ പുല്ലിൻ്റെ ഇടയിൽ ഉണ്ടാവും. മെറൈൻ ഡ്രൈവ് പോയപ്പോൾ അവിടെ ഭയങ്കര റഷ്, അറച്ച ആൾക്കാർ. ഞങ്ങളൊരു റീൽസ് എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ നമുക്കൊരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു ബോട്ട് റൈഡ് ഉണ്ട് സൈഡിൽ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങോട്ടേക്ക് വന്നു. 100 രൂപയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റടിച്ച് നല്ല സുഖമുള്ളൊരു യാത്ര. എല്ലാവരും എൻജോയ് ചെയ്യണം. ഇങ്ങനെ ഹോട്ടൽ ഹയാത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ താമസിക്കണമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പോവുക. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇങ്ങനത്തെ വ്യൂ നല്ല രസമാട്ടോ. ഒരു 1 ഹവറാണ് ഈ ഒരു റൈഡിൻ്റെ ഡ്യൂറേഷൻ. 1 ഹവറിന് 100 രൂപ. അപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊന്നും വെക്കാനായിട്ട് ഞങ്ങൾ അവരോടിങ്ങനെ പറയാം, പാട്ട് വെക്കും, എന്നാൽ ഡാൻസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പാട്ട് വെച്ചു. അങ്ങനെ അവിടുത്തെ ചാടിക്കളി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു കേട്ടോ. അപ്പം ഞാൻ ഫുഡ് ആദ്യം ചീനവലയിൽ നിന്ന് കഴിക്കണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. ഞങ്ങൾ ഓൾറെഡി ഡിന്നർ പ്ലാൻ ചെയ്ത് ചീനവലയിലായിരുന്നു. അപ്പം ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. നല്ല റഷാണ് കേട്ടോ. ഞാനാണ് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ OHF വ്ളോഗ്സിൽ ഇത് കണ്ട്, ദിലുവിൻ്റെ വ്ളോഗ്സൊക്കെ കണ്ടിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വന്നപ്പോൾ നല്ല റഷ്, ഇരിക്കാൻ സ്ഥലമില്ല. വിശപ്പായതുകൊണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചീനവലയിൽ കഴിക്കണം എന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് സാധിച്ചു. ഇനി ഫുഡ് സീറ്റ് കിട്ടിയ പാട് ഫുഡൊക്കെ നോക്കണം. കുറേ ഐറ്റംസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാം നോക്കിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. പായസം, സാലഡ്, അങ്ങനെ ഒരുപാട് സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് പിന്നെ ബീഫ് കണ്ടു. ഞാൻ ഇവിടെ ചിക്കനും ബീഫൊക്കെ കണ്ടു. ബീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ്, സാമ്പാർ, രസം, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ പാസ്ത ഉണ്ട്, പിന്നെ കപ്പ മീൻ കറി. ഇപ്പോൾ കപ്പ മീൻ കറിയൊക്കെ ഒരു പിടി പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. അച്ചാറുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബീഫ്. നല്ല ഡ്രൈ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം കുറേ ഐറ്റംസ് അവർ തീരുമ്പോൾ കൊണ്ടിടുന്നുണ്ട്, സ്റ്റാർട്ടേഴ്സൊക്കെ. പിന്നെ ഞാൻ അവിടെ കേർഡ് ബോഡിയും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. ഫസ്റ്റ് സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ നൂൽപ്പൊറോട്ട, മീൻ കറി. കപ്പ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കപ്പ എടുത്തു. ഞാൻ നൂൽപ്പൊറോട്ടയും ഫിഷ് കറി കുഴപ്പമില്ല കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുക. നല്ല എനിക്കിങ്ങനെ മീൻ കറി, നൂൽ പൊറോട്ട അല്ലെങ്കിൽ നോർമൽ പൊറോട്ട ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കപ്പയുടെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുത്തു. ഇവിടെ ഒരാൾ കപ്പയും മീൻ കറിയൊക്കെ എടുത്ത് നല്ല പോളിങ്ങാണ് കേട്ടോ. ചോറ് കൊടുത്തിട്ടുണ്ട്. കപ്പ, മീൻ കറി, ചോറ്, പപ്പടം അങ്ങനെ എടുത്ത് നല്ല പോളിങ്ങാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു കോഴിക്കോടുകാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വേറെ എവിടെ പോയാലും ആ കോഴിക്കോടിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. കൊള്ളില്ല എന്നല്ല, നല്ലതാണ്, പക്ഷേ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല എവിടെ പോയാലും. നല്ല അടപ്പായസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാനൊരു ഐസ്ക്രീം കഴിച്ചിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര മതിയായിട്ട്. അപ്പോൾ കൊച്ചി വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോ ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്ത് പോയ വീഡിയോ ആണ്. അപ്പോൾ അതുമായിട്ട് കാണുന്നവരേക്കും ബൈ.